Meet the editors. പുറത്തുവിടാൻ മടിയോ എന്നാണ് ചോദ്യം. ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. ഉണ്ണിബാലകൃഷ്ണൻ, പുറത്തുവിടാൻ ഇനിയൊരു മടിയും കാണിച്ചിട്ട് കാര്യമില്ല. കാരണം വിവരാവകാശ കമ്മീഷൻ ഇടപെട്ട ഒരു കേസാണ്. അത് കഴിഞ്ഞിപ്പോൾ ഹൈക്കോടതിയും ഉത്തരവിട്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ നിർബന്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. നോക്കൂ, ഈ കമ്മിറ്റി രൂപീകരിക്കാനിടയായ സാഹചര്യവും കമ്മിറ്റി രൂപീകരിച്ച സമയവും കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച സമയമൊക്കെ ഇക്കാര്യത്തിൽ വളരെ പ്രധാനമാണല്ലോ. ഇപ്പോൾ 2017 ഫെബ്രുവരിയിലാണ് നമ്മുടെ നാട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമാ താരം, ഒരു സിനിമാ നടി ആക്രമിക്കപ്പെടുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ സിനിമാ മേഖലയെ ചൂഴ്ന്നു നിൽക്കുന്ന പലതരത്തിലുള്ള ചൂഷണങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നത്. ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാർ എന്നുള്ള നിലയ്ക്ക് ഒന്നാം പിണറായി സർക്കാർ 2017 ജൂലൈയിൽ തന്നെ ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു. നല്ലൊരു ഇനിഷ്യേറ്റീവാണ് ആ കാര്യത്തിലുള്ളത്. നോക്കൂ, നമ്മുടെ സംസ്ഥാനത്തെ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വലിയൊരു മേഖലയാണ്. അതിൻ്റെ ഒരു സാമ്പത്തിക ശക്തി എന്ന് പറയുന്നത് ഇന്ന് രാജ്യത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ വളർന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ വർഷത്തെ ഒരു കണക്ക് ഞാൻ പരിശോധിക്കുമ്പോൾ 2024 ആദ്യത്തെ 5 മാസം കൊണ്ട് മലയാള സിനിമ ഉണ്ടാക്കിയിരിക്കുന്ന ടേൺ ഓവർ എത്രയാണെന്നറിയാമോ? 1000 കോടി രൂപയാണ് 5 മാസത്തിനുള്ളിൽ. ഈ രാജ്യത്തെ ബോളിവുഡ് അടക്കമുള്ള തമിഴ് സിനിമാ രംഗം അടക്കമുള്ള തെലുങ്ക് സിനിമാ രംഗം അടക്കമുള്ള ആളുകളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് മലയാള സിനിമ ബോക്സ് ഓഫീസ് ഹിറ്റ് ആവുന്നത്. ഇപ്പം 3 സിനിമകളാണ് അതിൽ ഏറ്റവും മേജർ കോൺട്രിബ്യൂഷൻ നടത്തിയിരിക്കുന്നത്. മഞ്ഞുമ്മൽ ബോയ്സ്, അതേപോലെ ഫഹദ് ഫാസിലിൻ്റെ ആവേശം, ആടുജീവിതം. ഈ 3 സിനിമകൾ ഏതാണ്ട് 50% കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഈ 1000 കോടിക്കകത്ത്. അപ്പം വലിയൊരു ഇൻഡസ്ട്രിയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ മലയാള സിനിമ എന്ന് പറയുന്നത്. ആ ഇൻഡസ്ട്രിയിലെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ലൈംഗിക ചൂഷണം മാത്രമല്ലല്ലോ. ഇപ്പം ജസ്റ്റിസ് ഹേമ അന്വേഷിച്ചത് ആ മേഖലയുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അവർ തൊഴിലെടുക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് ആ കമ്മിറ്റി അന്വേഷിച്ചിട്ടുണ്ട്. അതേപോലെ അവരുടെ പ്രതിഫലത്തിൽ വന്നിട്ടുള്ള അനീതികളെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. ഇപ്പം വാഷ്റൂം അടക്കമുള്ള പ്രശ്നങ്ങളൊക്കെ ഇവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. അതുപോലെ ശിശുപരിപാലനം ഇവരുടെ ഒരു അന്വേഷണ വിഷയമാണ്. അപ്പം ഈ പറയുന്ന ഈ കാസ്റ്റിംഗ് കൗച്ച് പോലെയുള്ള അല്ലെങ്കിൽ ലൈംഗിക ചൂഷണം മാത്രമല്ല, നമ്മളിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ആകാംക്ഷയോടെ ആളുകൾ കാത്തിരിക്കുന്നത് ഇവിടെ നടക്കുന്ന സ്ത്രീ പീഡനങ്ങളൊക്കെ പുറത്തു വരുമെന്നുള്ള മട്ടിലാണ്. അങ്ങനെയൊന്നുമല്ല, വലിയ വിപുലമായ അന്വേഷണ മേഖലകളിലേക്ക് കടന്നുപോയിട്ടുള്ളൊരു കമ്മിറ്റിയാണത്. 2017 രൂപീകരിക്കപ്പെട്ട ഹേമ കമ്മിറ്റി 2019 ഡിസംബർ 31 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. നോക്കൂ, അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് 2024 ഏതാണ്ട് 4.5 വർഷം പിന്നിട്ടിരിക്കുന്നു. ഈ 2024 ഡിസംബർ 31 ആകുമ്പോൾ കൃത്യം 5 വർഷമാകും. ഇവിടെ എന്തുകൊണ്ടാണ് ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇതുവരെ പബ്ലിക്കായ ഒരു ഡൊമൈനിലേക്ക് വരാതിരുന്നത് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ പറയുന്ന ഏത് തരത്തിലുള്ള സമ്മർദ്ദത്തിനാണ് സർക്കാർ വഴിപ്പെട്ടത്. നോക്കൂ, ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു വിധി ഉണ്ടായിരുന്നല്ലോ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട്. എത്ര പെട്ടെന്നാണ് നമ്മുടെ സർക്കാർ ആക്ട് ചെയ്തത്. സ്ത്രീകളുടെ സമത്വം അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആ സ്ത്രീ സമത്വത്തിനു വേണ്ടി ഈ പറയുന്ന സ്ത്രീകളെ പോലീസ് എസ്കോർട്ടോടുകൂടി ശബരിമലയിലേക്കൊക്കെ കൊണ്ടുപോയതിൻ്റെ ഭാഗമായിട്ട് 19 സീറ്റ് നഷ്ടപ്പെട്ടൊരു പാർട്ടിയുമാണ് CPM. പാർലമെൻറ്റിലും വലിയ തിരിച്ചടിയുണ്ടായി. അപ്പം ആ അർത്ഥത്തിലൊക്കെ വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ആ മൂവ്മെൻറ്റിന്. അപ്പം നവോത്ഥാനം എന്ന് പറയുന്നൊരു സമിതി തന്നെ ഉണ്ടാക്കി, വനിതാ മതിലൊക്കെ ഉണ്ടാക്കി, കേരളത്തിലെ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയും അവരുടെ സമത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയും വലിയ നടപടികളിലേക്ക് പോവുകയും അതിന് രാഷ്ട്രീയമായി വലിയ വില നൽകേണ്ടി വരികയും ചെയ്ത പാർട്ടിയും സർക്കാരുമാണല്ലോ ഒന്നാം പിണറായി സർക്കാർ. ആ സർക്കാരിൻ്റെ കീഴിൽ നിയോഗിക്കപ്പെട്ടൊരു കമ്മിറ്റി, അത് ഈ പൊതുഖജനാവിലെ പണം കൊടുത്ത് പിന്നെ രൂപീകരിച്ചൊരു കമ്മിറ്റിയാണ്. ഇപ്പോൾ ഒരു ജുഡീഷ്യൽ കമ്മീഷനാണ് കാര്യങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ നമുക്ക് അത് നിർബന്ധമായും നിയമസഭയിൽ വെക്കണം, സഭയിൽ വെളിപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് സഭയിൽ വെക്കണമെന്നും നിർബന്ധമൊന്നുമില്ല. ഇപ്പം പിന്നെ ജസ്റ്റിസ് യുവരാജൻ കമ്മീഷനാണല്ലോ സോളാർ കേസ് അന്വേഷിച്ചത്. അത് രാഷ്ട്രീയ ശത്രുക്കളാണല്ലോ അപ്പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ ആ സോളാർ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ വളരെ മനോഹരമായിട്ട് ടേബിൾ ചെയ്യുകയും ഉമ്മൻചാണ്ടിയെ പോലുള്ള നേതാവിനെയൊക്കെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യം എന്ന് പറയുന്ന അങ്ങേയറ്റം അപമാനിതനായിട്ട് നമ്മളും മാധ്യമപ്രവർത്തകർ നിലയിലേക്ക് CDA അന്വേഷിച്ച് പോയതാണല്ലോ. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ഈ അന്വേഷണ റിപ്പോർട്ടുകളൊക്കെ ഉപയോഗിക്കേണ്ട സമയത്ത് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമ്പോൾ ഉപയോഗിക്കപ്പെടുന്ന രീതി രണ്ട് ഭാഗത്തുമുണ്ട്. എന്നാൽ ഇവിടെ അത്തരത്തിലുള്ള ഒരു സമ്മർദ്ദവുമില്ല. ഒരു രാഷ്ട്രീയ നേതാവും ഈ പറയുന്ന ഈ അന്വേഷണ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു കേസിൽ പെടാൻ പോകുന്നില്ല. എന്ന് മാത്രമല്ല, സജി ചെറിയാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു കേസും ആർക്കും എതിരെ എടുക്കാൻ കഴിയാത്തൊരു റിപ്പോർട്ടാണിത് എന്നാണ്. കാരണം എന്ന് വെച്ചാൽ സം ഡൗട്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ്, അങ്ങനെയാണ് അത് നിൽക്കുന്നത്. ചില സംശയങ്ങളും സാഹചര്യങ്ങളുമാണ് ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ ഇൻഫർമേഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്ന 49-ാമത്തെ പേജിൽ 96-ാമത്തെ പാരഗ്രാഫ് പറയാൻ പാടില്ല. 81 മുതൽ 100 വരെയുള്ള പേജുകളിലെ ഏതാണ്ട് 35ഓളം പാരഗ്രാഫുകൾ പുറത്തുവിടാൻ പാടില്ല. ആ നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 300 പേജുള്ള റിപ്പോർട്ടിൽ 70 പേജ് പുറത്തു വരില്ല.
ബാക്കി 230 പേജാണ് വരുന്നത്. വരട്ടെ. കാരണം എന്തുകൊണ്ടാണെന്നറിയാമോ, നമ്മൾ ഈ പറയുന്ന ലൈംഗിക ചൂഷണത്തിൻ്റെ പ്രശ്നം മാത്രമല്ലല്ലോ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള, ഈ വലിയൊരു ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന മറ്റൊട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ ഏറ്റവും വലിയ റവന്യൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സെക്ടർ എന്നുള്ള നിലയ്ക്ക് നമുക്കതിനെ സംരക്ഷിച്ച് നിലനിർത്തേണ്ടതുണ്ട്. മാത്രമല്ല ഒരു വ്യവസായം മാത്രമല്ലല്ലോ, ഒരു കലാമേഖല കൂടിയാണല്ലോ. ആ അർത്ഥത്തിലൊക്കെ മലയാളികൾക്ക് അഭിമാനകരമായ ഒട്ടേറെ സിനിമകൾ നിർമ്മിക്കപ്പെടുന്ന ഒരു കലാപ്രവർത്തനം നടക്കുന്ന മേഖലകളിൽ കൂടി സ്ത്രീകളുടെ പ്രാതിനിധ്യവും പങ്കാളിത്തവും അവരുടെ സമത്വവും ഒക്കെ അംഗീകരിക്കപ്പെടേണ്ടതാണ്. ആ അർത്ഥത്തിൽ അവർക്കൊരു ഒരു മെച്ചപ്പെട്ട പ്രവർത്തന രംഗമുണ്ടാക്കി കൊടുക്കുന്നതിനുള്ള അതിന് സർക്കാരുകൾക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത ഏറ്റെടുത്തൊരു സർക്കാരുമാണ് പിണറായി സർക്കാർ, സംശയമില്ല. പക്ഷേ അതിൻ്റെ മേളിൽ ഈ 5 വർഷം അടയിരുന്നു എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട പ്രശ്നം. 2019 ഈ റിപ്പോർട്ട് കൊടുക്കുന്നു, 2024 ഈ പറയുന്ന വിവരാവകാശമായിട്ട് ആളുകൾ ചെല്ലുമ്പോൾ ഇൻഫർമേഷൻ കമ്മീഷൻ ഇടപെട്ടിട്ടാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ പറയുന്നത്, നിബന്ധനകളോടുകൂടിയാണെങ്കിൽ പോലും ഉപാധികളോടുകൂടിയാണെങ്കിൽ പോലും. പക്ഷേ ഈ റിപ്പോർട്ടിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ല പണമൊക്കെ മുടക്കി വലിയ രീതിയിൽ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിന്, ആ മേഖലയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കൂടി ബാധ്യസ്ഥമാണല്ലോ സർക്കാർ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ സർക്കാർ അത് ആക്ട് ചെയ്തിട്ടില്ല. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം 5 വർഷം ആക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ള കാര്യം. നിങ്ങൾ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി, നല്ല കാര്യം. ആ റിപ്പോർട്ടിൽ പല കാര്യങ്ങളും പുറത്തു വന്നിരിക്കുന്നു. അത് പുറത്തുവിടുന്നതിനപ്പുറത്ത് ഞാൻ പറയുന്നത് ആ കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അടിയന്തരമായി പരിഹരിക്കാൻ സർക്കാരിൻ്റെ ബാധ്യതയില്ലേ? ഇതൊരു വലിയ ചൂഷണത്തിൻ്റെ മേഖലയല്ലേന്നേ. അപ്പോൾ അവിടെ വളരെ പെട്ടെന്ന് ആക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിലൊരു വലിയ കാലതാമസം വന്നിരിക്കുന്നു. അവിടെ സർക്കാർ സമ്മർദ്ദത്തിലായിപ്പോയത് എന്തിനാണ് എന്നുകൂടി വെളിപ്പെടുത്തണം. അത്രയേ ഉള്ളൂ. എന്തുകൊണ്ട് ഇതിങ്ങനെ വൈകിച്ചു, ഞങ്ങൾ എന്തുകൊണ്ട് ഇത് പുറത്തുവിട്ടില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ മേളിലുള്ള നടപടികളിലേക്ക് പോയിട്ടില്ല. ഇപ്പോൾ സജി ചെറിയാൻ പറയുന്നത് 2 ദിവസം മൺസൂണിന് ശേഷം, മഴക്കാലത്തിന് ശേഷം ഒരു സിനിമാ കോൺക്ലേവ് വിളിച്ച് സംസാരിച്ചൊക്കെ ഈ കാര്യങ്ങൾ പരിഹരിക്കും എന്നാണ്. അപ്പോൾ ആരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് സർക്കാർ ഈ പറയുന്ന റിപ്പോർട്ട് ഇത്രയും കാലം പുറത്തുവിടാതിരുന്നത് എന്നതിനെ സംബന്ധിച്ച് എനിക്ക് ആശങ്കയുണ്ട്. ഒരു രാഷ്ട്രീയ പ്രശ്നത്തിന് മേലുള്ള ഒരു അന്വേഷണമായിരുന്നുവെങ്കിൽ ഇതൊക്കെ നേരത്തെ പുറത്ത് വരുമല്ലോ, സ്വാഭാവികമായിട്ട്, അല്ലെങ്കിൽ ആരെങ്കിലും ചോർത്തിയൊക്കെ തരുമല്ലോ. ഇപ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം ഇതുകൊണ്ട് രാഷ്ട്രീയ നേട്ടമൊന്നുമില്ല, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ എതിരാളിയെ ഇല്ലാതാക്കാനില്ല. മറിച്ച് ഇതൊരു സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാമേഖലയെ സംബന്ധിച്ചുള്ള വിഷയമായതുകൊണ്ട് അതിനകത്തൊരു അവധാനതയും അലസതയും ഒക്കെ കാണിച്ചിട്ടുണ്ട്. അത് പാടില്ലായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഇനി ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. ഇതിപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് ആ മേഖലയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, പക്ഷേ പലരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്, പലരും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷന് മുമ്പാകെ പോയിട്ട് സ്ത്രീകൾ, വനിതാ നടിമാരൊക്കെ പോയിട്ട് അവർ അഭിമുഖീകരിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലർ എഴുതി കൊടുത്തിട്ടുമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമാണ് സജി ചെറിയാൻ പറഞ്ഞിട്ടുള്ളത്. ദർ ആർ സം ഡൗട്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ്, അത്രയേ ഉള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സാധാരണ നമ്മൾ പറയുമല്ലോ, മഴ പെയ്ത് കഴിഞ്ഞാൽ മരം പെയ്യുമെന്ന്. അപ്പം മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം മരം പെയ്യും. എനിക്ക് തോന്നുന്നു ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ ആളുകൾ വളരെ ഈ പറയുന്ന ഈ മേഖലയിലുള്ള ആളുകൾ ഭയപ്പെടുന്നത് ആദ്യം മരമാണ് പെയ്യാൻ പോകുന്നത്. കാരണം വെച്ചാൽ ഇതിനകത്തൊന്നും വരാൻ പോകുന്നില്ല. ഈ പറയുന്ന മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, ആരുടെയും പേരുകൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പീഡനങ്ങളുടെ പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. അവർ അഭിമുഖീകരിച്ചിരിക്കുന്ന പ്രശ്നങ്ങളെയൊക്കെ ഉയർത്തി കാണിക്കുകയും അതിൻ്റെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു റിപ്പോർട്ടായിരിക്കും വരുന്നത്. പക്ഷേ ഈ മരം പെയ്യലിന് ശേഷമായിരിക്കും ഒരു മഴ പെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇതിന് ശേഷം ചില വെളിപ്പെടുത്തലുകൾ വേണമെങ്കിൽ വരാം. കാരണം അത്ര വളരെ ആക്റ്റീവായി നിന്നിട്ടുള്ള വിമൻസ് ഓർഗനൈസേഷനാണ് ഈ WCC പോലുള്ളവർ. അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. മറിച്ച് ചിലപ്പോൾ വേണമെങ്കിൽ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വേണ്ട രീതിയിൽ ഉൾപ്പെടുത്തപ്പെടാതിരിക്കുകയും തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നടപടികളിലേക്ക് പോകുന്നില്ല എന്ന് തോന്നുകയും ചെയ്താൽ ഒരു പൊട്ടിത്തെറിക്കൊക്കെ സാധ്യതയുണ്ട്. അതായിരിക്കാം ഒരു പക്ഷേ ഇതിൻ്റെ ഒരു റിയൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ആ ഇമ്പാക്റ്റിനെ ആയിരിക്കാം ഭയക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്താന്നേ, ഒരു സർക്കാരിന് നല്ല ഒന്നാന്തര റിപ്പോർട്ട് കിട്ടുന്നു, ആ സർക്കാർ ബാധ്യസ്ഥമാണല്ലോ, ഏത് സർക്കാരായാലും ബാധ്യസ്ഥമാണല്ലോ നമ്മുടെ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ സുതാര്യത കൊണ്ടുവരിക, നല്ല പ്രവർത്തന മേഖലകളാക്കി അതിനെയൊക്കെ മാറ്റുക എന്നുള്ളത്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോയാൽ സർക്കാരിൻ്റെ ജനപ്രിയതയും വർദ്ധിക്കും. പക്ഷേ ഇവിടെ ഇപ്പോൾ സർക്കാരിനെ ഏതെങ്കിലും നിലവാരത്തിൽ പിടിച്ചു കെട്ടുന്നുണ്ടെങ്കിൽ അത് ഈ മരം പെയ്യാൻ മാത്രമേ പോകുന്നുള്ളൂ ഈ റിപ്പോർട്ടിലൂടെ. അതിനുശേഷം വരാനിരിക്കുന്ന ഒരു മഴയെക്കുറിച്ചുള്ള ആകാംക്ഷ സർക്കാരിന് പോലും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ആദ്യം മരം പെയ്യട്ടെ, അതിനുശേഷമുള്ള മഴയെ കാത്ത് നമുക്കിരിക്കാം. ഈ റിപ്പോർട്ടിൻ്റെ കണ്ടെത്തലുകളും അതുമായി ബന്ധപ്പെട്ട് അവർ നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങളും അടിയന്തര പ്രാധാന്യത്തോടുകൂടി നടപ്പാക്കേണ്ട ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതിന് വഴിവെക്കുന്ന ഒരു വിധിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് വലിയ മാറ്റങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിൽ സിനിമാ രംഗത്തേക്ക് മാത്രമായിട്ട് ഇത് ചുരുങ്ങില്ലെന്നേ, പല മേഖലകളിലേക്ക് ഇത് വികസിക്കും. ആ രീതിയിലൊരു വലിയ മാറ്റത്തിന് വഴി തുറക്കുന്ന ഒന്നായിട്ട് ഇത് മാറട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പുറത്തുവിടുന്ന മടിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഈ സാംസ്കാരിക വകുപ്പിനെ പലതവണ മാധ്യമങ്ങൾ സമീപിച്ചതാണ് റിപ്പോർട്ട്
പുറത്തുവിടണം, റിപ്പോർട്ടിലെ വിവരങ്ങൾ തരണമെന്ന്. അപ്പോൾ ആർക്കാണ് ഇത്ര ധൃതി എന്നാണെന്ന് മന്ത്രി ചോദിച്ചത്. നൽകുകയും ചെയ്തില്ല. അതിനുശേഷമാണ് വിവരാവകാശ കമ്മീഷനെ 8 മാധ്യമപ്രവർത്തകർ സമീപിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെടുകയും എങ്ങനെ വേണം ആ റിപ്പോർട്ട് പുറത്തുവിടേണ്ടത്, സ്വകാര്യത മാനിച്ചിട്ടാവണം എന്നടക്കമുള്ള കാര്യങ്ങൾ വിവരാവകാശ കമ്മീഷൻ വ്യക്തമാക്കിയത്. അപ്പോഴാണ് പെട്ടെന്ന് ഒരു ഹർജി കോടതിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഒരു സിനിമ മാത്രം നിർമ്മിക്കുകയും സിനിമാ മേഖലയുമായി വലിയ ബന്ധമൊന്നുമില്ലാത്തൊരു വ്യക്തി പെട്ടെന്ന് രംഗപ്രവേശം ചെയ്യുന്നു. അദ്ദേഹം മുഴുവൻ സിനിമാ മേഖലയ്ക്കും വേണ്ടി ഒരു വക്താവായി അവിടെ എത്തുന്നു. അപ്പോൾ അത് ആരുടെയൊക്കെയോ താല്പര്യത്തിന് പ്രകാരം അദ്ദേഹം കോടതിയിലെത്തിയതാണ് എന്ന് തന്നെയാണ് സിനിമയിലെ വനിതാ പ്രവർത്തകർ എങ്കിലും സംശയിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്നത്. അങ്ങനെ അത് അത്രയും വൈകിയ ശേഷം ഇന്നിപ്പോൾ കോടതി പറയുന്നത് ഒരു പൊതു ചർച്ച ആവശ്യമാണ്. റിപ്പോർട്ടിലെ ചില കാര്യങ്ങൾ പുറത്തുവിടും. ഈ സ്വകാര്യത മാനിക്കണം എന്നുള്ളതാണ് വിവരാവകാശ കമ്മീഷനും പറഞ്ഞിട്ടുള്ളത്. ഈ WCC റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെടുമ്പോഴും ഇന്ന ആളുകൾക്കെതിരെ ലൈംഗികാരോപണമുണ്ട്, അവരുടെയൊക്കെ പേര് പുറത്തു വരട്ടെ എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല WCC. അപ്പോൾ എന്തിനാണ് റിപ്പോർട്ട് പുറത്തുവിടാൻ പറയുന്നത്? ഇതിന്മേലൊരു പൊതു ചർച്ച വേണമെന്നുള്ളതാണ്. സമൂഹത്തിൽ മുഴുവൻ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ, പല സ്ത്രീ വിരുദ്ധമായ പ്രതികരണങ്ങൾ നടത്തുന്നവർക്ക് അപ്പോൾ ഇവിടെ തിരിച്ച് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ? രാഷ്ട്രീയക്കാർക്ക് പോലും ഇപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്താണ് എന്ന് മനസ്സിലായി ബോധ്യമായി തുടങ്ങിയിരിക്കുന്നൊരു കാലമാണ്. എപ്പോഴും അവർ ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാലത്തിൽ സിനിമാ പ്രവർത്തകരിൽ ചിലരെങ്കിലും പലപ്പോഴെങ്കിലും നടത്തുന്ന പരസ്യ പ്രതികരണങ്ങൾക്ക് ശേഷം അവർ പിന്നീട് അത് എങ്ങനെയാണ് ന്യായീകരിക്കാൻ ബുദ്ധിമുട്ടെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ഈ സമൂഹത്തിൽ നിന്ന് അവർ അകലെയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന പല സന്ദർഭങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ പുറത്തെ മാറ്റങ്ങളൊന്നും ഉൾക്കൊള്ളാതെ ഒരു വലിയ ഒരു കൂട്ടം വേറൊരു രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് അത് ശരിയായ രീതിയല്ല. അപ്പോൾ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ അവർ തയ്യാറാവുകയും വേണ്ടതുണ്ട്. അത് സംഭവിക്കുന്നില്ല എന്നിടത്താണ് ഇങ്ങനെ ഒരു പരാതി ചെല്ലുന്നത്. ഇതിന് പശ്ചാത്തലമുണ്ടല്ലോ. എങ്ങനെയാണ് ഈ കമ്മിറ്റിയിലേക്ക് പോയത്? ആദ്യം കമ്മീഷൻ എന്നാണ് കേട്ടത്, പിന്നീട് അത് കമ്മിറ്റി ആകുമ്പോൾ അത് എല്ലായിടത്തും പുറത്തു വിടേണ്ട എന്നൊരു രീതിയിൽ തന്നെയാണ് സർക്കാർ അതിനെ സമീപിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് നിയമസഭയിൽ KK രമ സബ്മിഷനായി തന്നെ ഇത് അവതരിപ്പിച്ചിരുന്നു. റിപ്പോർട്ടിന്മേൽ എന്താണ് നടപടി എന്നാണ് ചോദിച്ചത്. അപ്പോൾ അന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞത് നിയമനിർമ്മാണത്തിലേക്ക് സർക്കാർ കടക്കുകയാണ്, അതിനുള്ള ആലോചനകൾ നടക്കുന്നു, വളരെ വേഗത്തിൽ നിയമനിർമ്മാണം, അത് പറഞ്ഞിട്ട് കുറേയായി. അപ്പോൾ നിയമനിർമ്മാണത്തിലേക്ക് പോകാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അറ്റ്ലീസ്റ്റ് ഈ വിവരങ്ങൾ മുഴുവൻ പുറത്തു വിട്ടില്ല എങ്കിൽ പോലും ഒരു നിയമനിർമ്മാണത്തിലേക്ക് എന്തുകൊണ്ട് പോയില്ല? അപ്പോൾ വളരെ വൈകുകയായിരുന്നു ഇക്കാര്യത്തിലൊക്കെ. ഇപ്പോൾ കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു ഒരു പൊതു ചർച്ച വേണമെന്ന് പറയുന്ന ഘട്ടത്തിൽ അതിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. സിനിമാ മേഖലയെ സ്ത്രീകൾ, നായികമാർ മാത്രമല്ല, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ത്രീകൾ, അവരെല്ലാം പലതരത്തിലുള്ള വിവേചനം അനുഭവിക്കുന്നവരാണ്. ലൈംഗിക ആക്രമണം അല്ലെങ്കിൽ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന വിഷയം മാത്രമല്ല, അതല്ലാതെ തന്നെ വരുമാനത്തിൻ്റെ കാര്യത്തിലും പ്രതിഫലത്തിൻ്റെ കാര്യത്തിലുള്ള വിവേചനം, മോശം പെരുമാറ്റം, സ്ത്രീകളെ ഇത് എന്നൊക്കെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനപ്പെട്ട നായകന്മാരും സംവിധായകരും അടക്കമുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ലാതെ വലിയ പുരോഗമനപരമായ കാഴ്ചപ്പാടുള്ള ഒരു വലിയ വിഭാഗം, പ്രത്യേകിച്ച് യുവതലമുറ ഉണ്ട് എന്ന് തന്നെ പറയുന്നു. മാലാ പാർവതിയെ പോലുള്ളവർ പറയുന്നത് എനിക്ക് ചില പ്രത്യേക അതായത് പുതുതലമുറയിലെ സംവിധായകരുമായിട്ടൊക്കെ പ്രവർത്തിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അവർക്ക് ഈ സമൂഹത്തിലെ മാറ്റം അറിയുന്നതും അതിനനുസരിച്ച് പെരുമാറുന്നവരും ബഹുമാനത്തോടു കൂടി ഇവരെയൊക്കെ സമീപിക്കുന്നവരുമാണ്. അപ്പോൾ ഈ ICC രൂപീകരിക്കണം എന്നുള്ള കാര്യം തന്നെ മുന്നോട്ട് വെച്ച ശേഷം അത് ഇത്രത്തോളം നടപ്പാക്കിയിട്ടുണ്ട് എന്നുള്ള വിഷയമാണ്. അങ്ങനെ നടപ്പാക്കാത്തതുകൊണ്ട് പല സിനിമകളിൽ നിന്നും ഇറങ്ങിപ്പോയ സംഭവം കൂടി അവർ ചൂണ്ടിക്കാണിക്കുകയാണ്. നോക്കൂ, നമ്മൾ ഈ പുറത്തേക്ക് കാണുന്ന വലിയ താരപരിവേഷം, ഇവർക്ക് വരുന്നു ബാത്റൂം സൗകര്യം പോലും ഇല്ലാതെ സിനിമ പ്രവർത്തിക്കേണ്ടി വരുന്നു, വസ്ത്രം മാറാൻ സൗകര്യമില്ലാതെ പ്രവർത്തിക്കേണ്ടി വരുന്നു. എല്ലാ സെറ്റുകളും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ. പക്ഷേ പുരുഷ താരങ്ങളെ സംബന്ധിച്ച് ആ വിഷയം വരുന്നില്ല, ഇവരുടെ വിഷയം അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒന്നോ രണ്ടോ കാര്യങ്ങളൊന്നും അല്ല, ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ അതിന്മേൽ അടയിരിക്കുന്നു എന്ന് പറയുന്നത് നേരത്തെ ഉണ്ണിബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ വലിയ വ്യവസായമാണ്, വലിയ വരുമാനം ഉണ്ടാക്കി തരുന്നൊരു വ്യവസായമാണ്. ആ വ്യവസായത്തെ തകർക്കരുത്, അല്ലെങ്കിൽ താരങ്ങളുടെ പ്രതിച്ഛായ അല്ലെങ്കിൽ താരങ്ങളുമായി ഉള്ള വ്യക്തിപരമായ ബന്ധം, ഇതൊക്കെ തന്നെയാകാം ഒരു പക്ഷേ അത് പുറത്തുവിടുന്നൊരു മടിയായി സർക്കാരിന് മുന്നിൽ ഉണ്ടായിട്ടുള്ള വിഷയം. പക്ഷേ ഇപ്പോൾ പുറത്തുവിടാൻ നിർബന്ധിതമായിരിക്കുന്നു എന്നുള്ളൊരു സാഹചര്യം അവിടെ വന്നിരിക്കുന്നു. ഇത് പൊതുസമൂഹം ചർച്ച ചെയ്യുക തന്നെ വേണം. എന്താണ് സിനിമാ മേഖലയിൽ നടക്കുന്നത്? സിനിമ കഥ ചർച്ച ചെയ്യുക മാത്രമല്ലല്ലോ, സിനിമയിലെ താരങ്ങളെ കണ്ട് ആസ്വദിക്കുക മാത്രമല്ല, അവരെങ്ങനെ അതിനകത്ത് ആളുകളോട് പെരുമാറുന്നു എന്നുള്ള കാര്യം. കാരണം ഒരു സിനിമാ കഥയിൽ നായകന് കൈയ്യടി എപ്പോഴാണ് കിട്ടുന്നത്? അനീതിക്കെതിരെ പ്രവർത്തിക്കുമ്പോഴാണല്ലോ. അപ്പോൾ അതിനകത്ത് അനീതിയുടെ ഭാഗമായി തന്നെ ഇവർ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് കൂടി അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന താരങ്ങൾ, ഇന്ന സംവിധായകർ അല്ലെങ്കിൽ ഇന്ന നിർമ്മാതാക്കൾ എന്ന രീതിയിൽ പേര് വിവരങ്ങളൊന്നും ഇവിടെ ആർക്കും വേണ്ട. ഇപ്പോഴുള്ള പ്രവണത മാറുക, ആ സിസ്റ്റത്തെ ഒന്ന് ക്ലീൻ ആക്കുക, വൃത്തിയാക്കുക എന്നുള്ള പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അത്
നല്ല രൂപത്തിൽ പൂർണ്ണാർത്ഥത്തിൽ ഒരു വിപ്ലവകരമായ ഒരു മാറ്റം എന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പതുക്കെയാണെങ്കിലും ഇപ്പോൾ സിനിമാ മേഖലയിൽ വലിയ ശബ്ദമുയർത്തിയ പലർക്കും ഇപ്പോൾ സിനിമയില്ല. ആ സിനിമ ഇല്ലാതായിട്ടും ഇപ്പോഴും ശക്തമായി നിൽക്കുന്നു. അങ്ങനെ നിൽക്കുന്നവരെ സ്വീകരിക്കുന്ന കുറേ നിർമ്മാതാക്കളും സംവിധായകരും വേറെ ഒരു വശത്ത് വരുന്നു. അപ്പോൾ നല്ലതും മോശവുമായ കാഴ്ചകൾ ഒരേ സമയം നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. അപ്പോൾ പ്രതീക്ഷയുണ്ട് പതുക്കെയാണെങ്കിലും ഒരു മാറ്റമുണ്ടാകും. പുറത്തുവിടാൻ മടിയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എനിക്ക്. സ്മൃതിയുടെ അഭിപ്രായത്തോട് ഞാൻ ഭാഗികമായി വിയോജിക്കുകയാണ്. പുറത്തുവിടാൻ മടിയാണ് എന്ന് സ്മൃതി പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുന്നു. അതേസമയം സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന ആണധികാരത്തിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക രൂപങ്ങളോട് ഞാൻ യോജിക്കുകയും ചെയ്യുന്നു സ്മൃതി പറഞ്ഞതിനോട്. ഞാൻ എന്തുകൊണ്ടാണ് ഇതങ്ങനെ പറയാൻ കാരണം, സർക്കാർ എപ്പോഴാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടില്ല എന്നൊരു നിലപാടെടുത്തത് എന്നതാണ് എൻ്റെ ഒരു മറുചോദ്യം. കാരണം ഈ കേസിൽ പ്രധാനപ്പെട്ട കക്ഷി സർക്കാരാണ്. സർക്കാർ ഈ കേസിൽ പറഞ്ഞിരിക്കുന്ന വാദം എന്താണ്? ഇൻഫർമേഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ റിപ്പോർട്ട് പുറത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നും മാത്രവുമല്ല, ഇതൊരു പൊതുതാൽപര്യമുള്ള റിപ്പോർട്ടാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ സർക്കാരാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് പൊതുതാൽപര്യമുള്ള ഒരു റിപ്പോർട്ടാണ് എന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പുറത്തുവിടാൻ സർക്കാരിന് മടിയുണ്ടെന്ന നിഗമനത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തും? ഇതാണ് എൻ്റെ ആദ്യ ചോദ്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ ഈ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ അത് ഈ കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് പ്രകാരമുള്ള ഒരു കമ്മീഷനായിട്ടല്ല. പകരം ഈ വിഷയം വിമൻ ഇൻ സിനിമ കളക്റ്റീവ് സർക്കാരിന് മുന്നിൽ വയ്ക്കുമ്പോൾ സർക്കാർ അനുഭാവപൂർവ്വമായൊരു നിലപാടാണ് എടുക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഇതിൻ്റെ ഒരു കളമൊരുങ്ങുന്നത്. ആ സാഹചര്യത്തിൽ സർക്കാർ ഇങ്ങനെയൊരു കമ്മിറ്റി രൂപീകരിക്കുന്നു. ആ കമ്മിറ്റിക്ക് വേണ്ടി ആദ്യം 6 മാസക്കാലമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് 1.5 വർഷക്കാലം അതിൻ്റെ സമയം നീട്ടിക്കൊടുക്കുന്നു. 1,06,50,000 രൂപ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് മുടക്കി ഒരു കമ്മിറ്റി തീരുമാനിക്കുന്നു. ആ കമ്മിറ്റി വിശദമായിട്ട് വിവിധ കക്ഷികളുടെ മൊഴിയെടുക്കുന്നു. സാങ്കേതിക മേഖലയിലുള്ളവർ, സിനിമാ മേഖലയിലുള്ളവർ, താരങ്ങൾ, അണിയറ പ്രവർത്തകർ, ഇവരുടെ എല്ലാം വിശദമായ മൊഴികൾ എടുത്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്, ഈ റിപ്പോർട്ട് സർക്കാർ എന്തിനാണ് എടുത്തത് എന്നൊരു ചോദ്യമുണ്ട്. അവിടെ നമുക്ക് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ടാവാം. ഒരു നിയമനിർമ്മാണത്തിന് സാധ്യതയുണ്ടോ എന്ന് സർക്കാർ അന്വേഷിക്കുകയാണ്. ഒരു ഭാഗത്ത് വലിയ ചർച്ചകൾ ആ ഘട്ടത്തിൽ നടന്നു. പക്ഷേ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപടി ഒരു പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. കഴിയില്ല. കാരണം ഈ റിപ്പോർട്ടിന് 2 ഭാഗങ്ങളുണ്ട് സ്മൃതി. ആദ്യത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ കമ്മീഷൻ അംഗങ്ങളുടെ വേർഷൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ്. രണ്ടാമത്തത്, അതായത് റെക്കമെൻഡേഷൻസ്. രണ്ടാമത്തതെന്ന് പറയുന്നത് ഈ കമ്മിറ്റിയുടെ പഠനത്തിന് വേണ്ടി വന്നിരിക്കുന്ന തെളിവുകളാണ്. ആ തെളിവുകൾ എങ്ങനെയുള്ള തെളിവുകളാണ്? സ്ക്രീൻഷോട്ടുകളുണ്ട്, ചില ചാറ്റുകളുണ്ട്, ചില വീഡിയോ ക്ലിപ്പുകളുണ്ട്, ഓഡിയോ ക്ലിപ്പുകളുണ്ട്, നോട്ട്സ് ഉണ്ട്. ഇത് രണ്ടും കൂടി അടങ്ങുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അപ്പോൾ സ്മൃതി ഇപ്പോൾ പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെങ്കിൽ ഇത് ഏതാണ് പുറത്തുവിടുക? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഒന്നാമത്തത് പുറത്തുവിടുമോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അപ്പൻഡിക്സ് ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന രണ്ടാമത്തെ ഈ തെളിവുകൾ പുറത്തുവിടുമോ? ഇനി തെളിവുകൾ മാറ്റിവെച്ച് ഒന്നാമത്തെ കമ്മിറ്റി തന്നെ പുറത്തുവിട്ടിരിക്കുന്നതനുസരിച്ചാൽ ആ കമ്മിറ്റി റെക്കമെൻഡേഷൻസിലും ചില സൂചനകളുണ്ട്. ചില താരങ്ങളിലേക്കും പറഞ്ഞവരിലേക്കും ചില സിനിമയുടെ സെറ്റുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള പരാമർശങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അതിജീവിതയ്ക്ക് ഹാനികരമാകുന്ന തരത്തിൽ ഒരു റിപ്പോർട്ട് പുറത്തുവിടുക സാധ്യമല്ല. അപ്പോൾ ചില ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് ചില ഭാഗങ്ങൾ കാണിക്കാം എന്ന് സർക്കാരിനൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല. അതിന് പറ്റുന്നത് ആരാണ്? അതിന് പറ്റുന്നത് വിവരാവകാശ കമ്മീഷനാണ്. ഇത് പബ്ലിക് ഡൊമൈനിൽ എത്തേണ്ടതാണോ അല്ലയോ എന്ന് തീരുമാനിച്ചത് വിവരാവകാശ കമ്മീഷനാണ്. വിവരാവകാശ കമ്മീഷൻ കൊടുത്ത ഓർഡറിൽ സർക്കാർ എതിരഭിപ്രായം പറഞ്ഞില്ലെന്നും മാത്രവുമല്ല, സർക്കാർ അത് പുറത്തുവിടാൻ തീരുമാനിക്കുകയും നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർക്ക് അത് നൽകുമെന്ന് അറിയിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ഈ സജിമോൻ പാറയിൽ പോകുന്നത്. ഞാൻ കരുതുന്നില്ല സജിമോൻ പാറയിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അഭിപ്രായത്തെ മാനിച്ചു പോയ ആളല്ല. അയാളുടെ പിന്നിൽ മറ്റ് താല്പര്യങ്ങളുണ്ട്, അത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ സജിമോൻ പാറയിൽ എതിരായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് കോടതിയിൽ. അതുകൊണ്ടാണ് പറഞ്ഞത് സജിമോൻ പാറയിലിന് ഈ കേസുമായി ഒരു താല്പര്യവുമില്ല, അദ്ദേഹത്തിന് വ്യക്തിപരമായ ഒരു അവകാശവുമില്ല. എന്നിട്ട് കേരള സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞു അദ്ദേഹത്തിന് ലോക്കൽ സ്റ്റാൻഡി ഇല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു നിയമസാധുതയും ഈ സജിമോൻ പാറയിലില്ല എന്ന് പറഞ്ഞത് സർക്കാരാണ്. ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ ഈ വിധി ഇങ്ങനെ വന്നിരിക്കുന്നത്. കൃത്യമായി വിവരാവകാശ കമ്മീഷൻ്റെ ഇതിലേറ്റവും ശ്രദ്ധേയമായൊരു ഭാഗം, വിവരാവകാശ കമ്മീഷൻ്റെ ഈ ഉത്തരവ് പൊതുസമൂഹം ചർച്ച ചെയ്യണമെന്നും മാധ്യമങ്ങൾക്ക് അതിലൊരു വലിയ ഗൗരവമേറിയ പങ്ക് വഹിക്കാനുണ്ടെന്നും ഈ കോടതി നിരീക്ഷിക്കുന്നുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായൊരു ഭാഗത്തിൽ പറയുന്നത് പക്വതയാർന്ന ഒരു രാജ്യത്തിൻ്റെ തെളിവെന്ന് പറയുന്നത് അവിടെ സർക്കാരിനെ വിമർശിക്കുന്ന ഒരു ശക്തമായ ഫോർത്ത് എസ്റ്റേറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഫ്രീഡം ഓഫ് ദി പ്രസ്,
ഹാസ് ആൾവേസ് ബീൻ എ ചെറിഷ്ഡ് റൈറ്റ് ഓഫ് ഓൾ ഡെമോക്രാറ്റിക് കൺട്രീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വിധി പ്രസ്താവം അവസാനിക്കുന്നത്. അവിടെ മാധ്യമങ്ങൾക്ക് അതിനുള്ള പങ്കുണ്ടെന്നും ഇത് മാധ്യമങ്ങൾ ഒരു ഫോർത്ത് സ്റ്റേറ്റ് എന്ന നിലയിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നും കോടതി പറയുന്നു. ഇതിനെ ഒന്നും തന്നെ സർക്കാർ ഹനിച്ചിട്ടില്ല എന്നുള്ളതാണ് ആദ്യ ഭാഗത്ത് എനിക്ക് സ്മൃതിയോടുള്ള വിയോജനക്കുറിപ്പായി പറയാനുള്ളത്. അതുകൊണ്ട് സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ ഒരു പ്രത്യേക താല്പര്യമുണ്ടെന്നോ അജണ്ടയുണ്ടെന്നോ നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ഈ കമ്മിറ്റി വന്നത്, കമ്മിറ്റിക്ക് പണം മുടക്കിയത്, കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ വിവരാവകാശ കമ്മീഷൻ കൊടുക്കുമ്പോൾ അത് പുറത്തുവിടാം എന്ന് പറയുന്നത്, അതിനു വേണ്ടി കോടതിയിൽ പോകുമ്പോൾ വിവരാവകാശ കമ്മീഷൻ്റെ വാദത്തിനെ ശരിവെച്ചുകൊണ്ട് കോടതിയിൽ സർക്കാർ നിലപാടെടുത്തത്, ഇതെല്ലാം അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഇനി സ്മൃതി പറഞ്ഞ ഞാൻ യോജിക്കുന്ന രണ്ടാമത്തെ ഒരു ഭാഗമുണ്ട്. അതായത് സിനിമാ മേഖല എന്ന് പറയുന്നത് ആണധികാരത്തിൻ്റെ ഒരു വലിയ വ്യവസായമായി മാറിയിട്ടുണ്ട്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം സിനിമയുടെ പ്രൊഡക്ഷൻ അടക്കം, സിനിമയുടെ കൺസംഷൻ അടക്കം പലപ്പോഴും അതൊരു മാഫിയ സംഘം നിയന്ത്രിക്കുന്ന സംവിധാനമായി ചിലയിടങ്ങളിൽ മാറിയിട്ടുണ്ട്. അതിനെതിരെ ഒരു പുതുതലമുറ സിനിമയൊക്കെ രംഗത്ത് വരുന്നുണ്ട്. വേറെയും ചില അനാരോഗ്യകരമായ പ്രവണതകൾ സിനിമാ മേഖലയിലുണ്ട്. ഞാൻ സിനിമാ മേഖലയെ ഒന്നടങ്കം അടച്ചാക്ഷേപിക്കാനില്ല. പക്ഷേ സംസ്ഥാന സർക്കാരിന് ഇത്രയും അധികം നികുതി കൊടുക്കുന്ന, ഇത്രയും അധികം വിനോദ നികുതി ഈടാക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ മിനിമം ഈ സിനിമാ മേഖലയിൽ ലിംഗസമത്വം ഉറപ്പാക്കാനുള്ളൊരു ബാധ്യത സർക്കാരിനുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ പലപ്പോഴും എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ ഈ വിഷയങ്ങൾ പലതും പുറത്തു വരില്ല. ഇതിനകത്ത് ഈ വിധിയിൽ വിമൻ ഇൻ സിനിമാ കളക്റ്റീവിനെ കുറിച്ച് കൂടി വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അവരുടെ അഭിപ്രായം അനുസരിച്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിധി പ്രസ്താവം അവസാനിക്കുന്നത് തന്നെ. ആ അർത്ഥത്തിൽ ഞാൻ വിമൻ ഇൻ സിനിമാ കളക്റ്റീവിനെ അഭിനന്ദിക്കുക കൂടിയാണ്. ഈ ഘട്ടത്തിൽ ഇത്തരമൊരു നിലപാടെടുത്തതിൻ്റെ ഭാഗമായി ഒരു കാര്യം സംഭവിച്ചു. എല്ലാ സിനിമാ സെറ്റുകളിലും ICC വേണം എന്നൊരു നിലപാടെടുത്തു. പക്ഷേ ICC അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാവുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്കറിയാം എല്ലായിടത്തും ഇല്ല, എല്ലാ സിനിമാ സെറ്റുകളിലും ഇല്ല. മാത്രവുമല്ല ICCയിലേക്ക് കംപ്ലൈൻറ്റ് വരുന്നില്ല എന്നുള്ളതാണ്. പല സിനിമാ സെറ്റുകളിലും നായക താരങ്ങൾക്ക് വലിയ കാരവനൊക്കെ അനുവദിക്കുമ്പോൾ ഈ സിനിമാ നായികമാർക്ക് ഒരു പക്ഷേ കാരവനൊക്കെ കിട്ടിയേക്കാം. പക്ഷേ ഉപനായികമാർക്ക് ഇത്തരം സെറ്റുകളിൽ അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങൾ എന്ന് പറയുന്നത് ചെറുതല്ല. അവർക്ക് അവസരം കിട്ടാൻ അവർ സഹിക്കേണ്ടി വരുന്ന ആണധികാരത്തിൻ്റെ മുഖത്തു നിന്നുള്ള അശ്ലീല പദപ്രയോഗങ്ങൾ, ദ്വയാർത്ഥ പദപ്രയോഗങ്ങൾ, സിനിമാ സെറ്റുകളിൽ സിനിമയുടെ സ്ക്രിപ്റ്റിൽ തന്നെ കാണുന്ന ഈ പ്രകടമായ സ്ത്രീവിരുദ്ധത, ഇതിനെയൊക്കെ ഉള്ളിൽ പേറിക്കൊണ്ട് നിൽക്കുന്ന മനുഷ്യരാണ്. അവരുടെ ആത്മാഭിമാനം ഒരു പരിധിവരെ പലപ്പോഴും ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതും ഞാൻ അംഗീകരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നടിയെ ആക്രമിക്കപ്പെടുന്ന കേസിലും ഏട്ടൻ പാവമാട എന്ന് പറയുന്ന ഒരു സിംറ്റം കേരളത്തിലുണ്ടാവുന്നതും. അങ്ങനെ നിൽക്കാൻ ഒരു പൊതുസമൂഹത്തിൻ്റെ ഒരു പൊതുബോധ്യമുണ്ടാവുന്നതും അങ്ങനെയാണ്. നമ്മുടെ ഈ ചർച്ചയിൽ പോലും ആ പൊതുബോധ്യത്തെ പിൻപറ്റിക്കൊണ്ട് സംസാരിക്കാൻ വരുന്ന മനുഷ്യരും ധാരാളമായിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ലിംഗസമത്വവും ലിംഗനീതിയും മാത്രമല്ല, തൊഴിലിടങ്ങളിലെ സ്ത്രീകളുടെ ആത്മാഭിമാനത്തോടു കൂടി പണിയെടുക്കാനുള്ള അവകാശം എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ശുചിമുറികൾ അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഈ വിഷയങ്ങളെല്ലാം ഈ സിനിമാ കോൺക്ലേവ് ആണെങ്കിലും ശരി, മറ്റൊരു പൊതുജന മാധ്യമം വഴി പുറം ലോകത്തേക്ക് എത്തണം. ഈ റിപ്പോർട്ട് ആദ്യം പ്രേക്ഷകരുടെ മുന്നിൽ സർക്കാർ നൽകുമ്പോൾ എത്തിക്കുന്നത് റിപ്പോർട്ടറായിരിക്കും. അതിന് റിപ്പോർട്ടറാണ് ഈ കേസിൽ കക്ഷി ചേർന്നിരിക്കുന്ന മറ്റൊരു മാധ്യമ സ്ഥാപനം എന്നുള്ളത്. അതുകൊണ്ട് തീർച്ചയായും പ്രേക്ഷകർ റിപ്പോർട്ടിൽ തന്നെ തുടരുക. വരുന്ന ദിവസങ്ങളിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആദ്യം തന്നെ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കും. അപ്പോൾ പുറത്തുവിടാൻ മടിയോ എന്ന ചോദ്യത്തിന് പുറത്തുവിടാൻ മടിയില്ല എന്നതാണ് എൻ്റെ നിലപാട്. സുജയ, പുറത്തുവിടാൻ മടിയില്ല, കാരണം അതിനകത്തൊന്നും ഇല്ലല്ലോ. മടി വേണ്ടത് അതിനകത്ത് എന്തെങ്കിലും ഉള്ളപ്പോൾ, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ആരുടെയെങ്കിലും താല്പര്യമുള്ള ആരുടെയെങ്കിലും പേരുകൾ, പ്രമുഖരുടെയൊക്കെ പേരുള്ളപ്പോഴാണ് ഒരു സർക്കാർ സംവിധാനത്തിന് അത് പുറത്തുവിടാനുള്ള മടി ഉണ്ടാകേണ്ടത്. പിന്നെ ഈ 5 വർഷം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ തത്തിക്കളിക്കുന്നുണ്ടായിരുന്നല്ലോ. പ്രത്യേകിച്ചും ഈ കാസ്റ്റിംഗ് കൗച്ചുമായി ബന്ധപ്പെട്ട് അങ്ങനെ സംശയങ്ങളുള്ള ഒരുപാട് പേർ ഇതിനുള്ളിൽ എന്താണെന്ന് അറിയണം, ഉണ്ടെങ്കിൽ അത് മറയ്ക്കണം, അങ്ങനെയുള്ള ആവശ്യങ്ങളും ഒരു ഭാഗത്തുകൂടി വന്നിട്ടുണ്ടാകും. നിലവിൽ എന്തായാലും നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് അതിനുള്ളിൽ ഈ പറയുന്ന പേരുകളില്ല. പക്ഷേ ഉണ്ണിസാർ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് അതിൽ ഇല്ലാത്തത് പലതും ഇതിനോട് പോയി പറഞ്ഞതിന് ശേഷം, അതായത് ഈ വെളിപ്പെടുത്തലിൽ പറഞ്ഞതിന് ശേഷം ഇപ്പോൾ 5 വർഷം കഴിഞ്ഞല്ലോ, ഇൻഡസ്ട്രി മാറി, ഇൻഡസ്ട്രിയിലെ അവസരങ്ങൾ മാറി, ഇൻഡസ്ട്രിയിൽ അന്ന് സജീവമായിരുന്ന ഈ പറഞ്ഞു കഴിഞ്ഞാൽ അവസരങ്ങൾ നഷ്ടമാകും, അല്ലെങ്കിൽ പേര് പുറത്തു വന്നാൽ തങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കരുതുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ഒന്നുകിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ട് മാറി നിൽക്കുന്ന സ്ത്രീകളുണ്ടാകാം, നടിമാരടക്കം ഉണ്ടാകാം. അപ്പോൾ അവർക്ക് ഇനി പറഞ്ഞാലും ഒന്നും സംഭവിക്കാനില്ല എന്നൊരു ഘട്ടത്തിലെത്തുമ്പോഴാണല്ലോ, അതായത് എന്ത് സംഭവിക്കാൻ, ഇനി ഇത്രയും സംഭവിച്ചതിൽ കൂടുതൽ ഒന്നും സംഭവിക്കാനില്ലല്ലോ എന്ന് പറഞ്ഞ് ഫീൽഡ് ഔട്ടായി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും പഴയ കാര്യങ്ങൾ പറയാനുള്ള ഒരു അവസരം ഒരുങ്ങും എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലൂടെ ഞാൻ കാണുന്നത്. ഇതിൽ പ്രധാനമായും സർക്കാർ ഇനി സ്വീകരിക്കേണ്ട കാര്യം, അതായത് സർക്കാർ പുറത്തുവിടുമെന്ന് മന്ത്രി പറഞ്ഞതിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പുറത്തുവിടണം. അതിൽ ഈ കാസ്റ്റിംഗ് കൗച്ചുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിൽ ആയിരിക്കും ഈ വൈറ്റ്നർമാർക്ക് വരാൻ പോകുന്നത്. ഈ ഒഴിവാക്കപ്പെടുന്ന പേജുകൾ എന്ന് പറയുന്നത് ഇരകളാക്കപ്പെട്ടവർ, ഒപ്പം സാക്ഷിമൊഴികൾ, മെസ്സേജസ്, ഫോട്ടോസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ സ്വകാര്യത മാനിച്ച് പുറത്തുവിടാത്തത്. പക്ഷേ അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന സന്ദേശമുണ്ട്. അതായത് ഫോർവേഡ്, ഈ മെസ്സേജസിലെ സന്ദേശമല്ല,
ഇവർ പറഞ്ഞതിൽ നിന്ന് പൊതുവായി എടുക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ചർച്ച ചെയ്യപ്പെടണം. അത് ചർച്ച ചെയ്യപ്പെടണമെന്ന് തന്നെയാണ് കോടതിയും പറഞ്ഞത്. കാരണം പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതായ കാര്യങ്ങൾ അത് ചർച്ച ചെയ്യപ്പെടണം എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ സ്ത്രീവിരുദ്ധ സമീപനം ഇല്ലാതാക്കണം എന്ന് കൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. സ്ത്രീവിരുദ്ധ സമീപനം ഇല്ലാതാക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു ആകെത്തുക എന്ന് പറയുന്നത്. മറ്റിൻഡസ്ട്രികളിൽ ഉള്ളതുപോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ സ്ത്രീവിരുദ്ധ സമീപനങ്ങൾ ഉള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കണം എന്നുള്ള ആവശ്യം ഇതേ മേഖലയിൽ, സിനിമാ മേഖലയിൽ തന്നെ രൂപീകരിച്ച ഒരു കൂട്ടായ്മ, സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ കൂട്ടായ്മ ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കമ്മിറ്റി 2018 മെയ്യിൽ രൂപീകരിക്കുകയും ചെയ്തത്. പഠിക്കാനായിട്ട് അവരെ എടുത്ത അജണ്ടയാക്കി വെച്ച പ്രശ്നങ്ങൾ എന്ന് പറയുന്നതും സ്ത്രീകളുടെ പ്രശ്നങ്ങളാണ്. ആ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിനാവശ്യമായ നടപടി സർക്കാർ സ്വീകരിക്കുക. പിന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ റെക്കമെൻഡേഷൻസ് എന്തായാലും ഹൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് ഹൈഡ് ചെയ്യാതെ തന്നെയാണത് പൊതുസമൂഹത്തിലേക്ക് വരിക. ആ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്ന് അറിയാൻ എനിക്കും ആകാംക്ഷയുണ്ട്. കാരണം ഇത്രയും സ്ത്രീകളുടെ ബുദ്ധിമുട്ട് നേരിടുന്നവരുടെ പ്രശ്നങ്ങളെല്ലാം ഈ 3 പേര് ഇരുന്ന് കേട്ടതാണല്ലോ. കേട്ടു, 1.5 വർഷം എടുത്ത് 1 കോടിയിലധികം രൂപ ഈ കമ്മിറ്റിക്ക് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. ഇതൊക്കെ കേട്ട് പഠിച്ച് ഇവർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഇനി അങ്ങോട്ട് നടപ്പാക്കാനായി ഇവർ മുന്നോട്ട് വെക്കുന്ന റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്ന് അറിയാൻ എനിക്ക് നല്ല താല്പര്യമുണ്ട്. ആ റെക്കമെൻഡേഷൻസ് ആണല്ലോ അതിലെ പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പൊതു ചർച്ചയിലേക്ക് പോകുമ്പോൾ മാധ്യമങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ റോഷിപാൽ ആദ്യം തന്നെ അത് ബ്രേക്ക് ചെയ്യും, അതിനകത്തെ ഉള്ളടക്കം പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളടക്കം പൂർണ്ണമായും നമ്മൾ പുറത്തേക്ക് വിടും. അത് പൊതു ചർച്ച നടത്തുന്നതിൽ ഒരു തെറ്റുമില്ല. മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഹർജിയുമായി ചെന്ന ആളോട് ഹർജി തള്ളിക്കൊണ്ട് പറഞ്ഞ കാര്യമാണത്. ഇനി റിപ്പോർട്ട് ഉപയോഗിച്ച് വ്യക്തികൾക്കെതിരെ ചർച്ച നടത്തും. ആ ഒരു ആശങ്കയ്ക്കൊന്നും ഒരു അടിസ്ഥാനമില്ല. കാരണം ഇതിൽ ഒരു വ്യക്തിയുടെയും പേരില്ല. പിന്നെ ഇപ്പോൾ പിന്നെ ഇത് ഈ പരാമർശങ്ങൾ, റെക്കമെൻഡേഷൻസ് ഒക്കെ കാണുമ്പോൾ ഇതൊക്കെ പണ്ട് ഞാൻ ചെയ്തിരുന്നതാണല്ലോ എന്ന് ആർക്കെങ്കിലും തോന്നിപ്പോയാൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. അതൊക്കെ ചെയ്ത ആളുകൾക്ക് ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ ഇത് എന്നെ പറ്റിയാണോ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. അതിൽ നമുക്ക് തെറ്റ് പറയാൻ കഴിയില്ല. ഈ നിർമ്മാതാവ് സജിമോൻ പാറക്കൽ സമർപ്പിച്ച ഹർജി ലീഗലി നിലനിൽക്കുന്നതല്ല, നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്ന് കോടതി പറയുന്നു. ഇനി ഈ സിനിമാ കോൺക്ലേവ് നടത്തുമെന്നാണ് മന്ത്രി പറയുന്നത്. അത് കേവലം ശുചിമുറി കോൺക്ലേവായി മാറരുത്. കാരണം ശുചിമുറി ഇല്ല, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ആവശ്യമായി വസ്ത്രം മാറുന്നതിന് മുറിയില്ല. ഈ 2 വിഷയങ്ങളിലേക്ക് മാത്രമായി പോകരുത്. കാരണം കാസ്റ്റിംഗ് കൗച്ച് അടക്കമുള്ള കാര്യങ്ങളിൽ ഈ റെക്കമെൻഡേഷൻസിൽ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീകൾ അങ്ങനെയുള്ള ചൂഷണങ്ങൾക്ക്, അവസരങ്ങൾക്ക് വേണ്ടി അത്തരം ചൂഷണങ്ങൾക്ക് വിധേയരാകുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന ഒരു ഒറ്റ വരിയെങ്കിലും ഈ റെക്കമെൻഡേഷനിലുണ്ടെങ്കിൽ. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഈ വന്നു പറഞ്ഞ സ്ത്രീകളിൽ മിക്ക ആളുകളും ഈ കാസ്റ്റിംഗ് കൗച്ച് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ സ്വകാര്യതയെ മാനിക്കുന്ന വിവരങ്ങൾ പുറത്തുവിടരുത്. ഈ സ്വകാര്യത വരുന്നത് എവിടെയാണ്? ലൈംഗിക ചൂഷണങ്ങൾക്കിരയായി എന്നൊരാൾ വെളിപ്പെടുത്തുമ്പോഴാണ് ഇരയുടെയും അതുപോലെ തന്നെ ആരെക്കുറിച്ചാണോ പറഞ്ഞത് അതും പുറത്തു വരരുത്. പേരുകളില്ല എന്ന് കമ്മിറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാസ്റ്റിംഗ് കൗച്ച് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് ഇതിൽ വിവരങ്ങൾ നൽകിയിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് അത്രയും പേജുകൾ എലിമിനേറ്റഡ് ആകുന്നതും ബാക്കി വിവരങ്ങൾ വരുന്നതും. പക്ഷേ ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ എന്ത് ചെയ്യാം? അതിലൂന്നി വേണം കോൺക്ലേവ് നടക്കാൻ. സ്ത്രീകളുടെ സുരക്ഷ, സ്ത്രീകളുടെ ഉന്നമനം, സ്ത്രീകളുടെ നവോത്ഥാനം എന്നൊക്കെ പറയുന്ന ഒരു സർക്കാർ അതിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ പുറത്തുവിടാനുള്ള വഴിയല്ല. ഇത് ചർച്ച ചെയ്താൽ മതിയെന്നേ. ഇത് ചർച്ച ചെയ്യണം, പൊതുസമൂഹത്തിൽ ഇത് ചർച്ചയാക്കുകയും സർക്കാർ സംവിധാനം വഴി നടത്തുന്ന കോൺക്ലേവിൽ ഇത് ഈ WCC അടക്കമുള്ള കമ്മിറ്റികൾ അല്ലെങ്കിൽ WCC അടക്കമുള്ള സമിതികളിൽ നിന്നുള്ള സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അത് ചർച്ച ചെയ്യണം. അല്ലാതെ സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ സർക്കാരിന്, അങ്ങനെ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ സർക്കാർ സംവിധാനങ്ങൾ പറയുന്നത് എന്താണോ അത് അതേപടി ആവർത്തിക്കുന്ന ആളുകളല്ല. അല്ലാത്ത എല്ലാ മേഖലയിലും പെട്ട സ്ത്രീകൾ വന്ന് ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഈ തുറന്ന ചർച്ചയ്ക്ക് വിധേയമാക്കുമ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് അഭിപ്രായം പറയണം. ഈ മൊഴി നൽകാൻ പോയ ആളുകളുടെ ഒന്നും പേര് വിവരങ്ങൾ പുറത്തേക്ക് വരുന്നില്ല. അവർക്ക് ഒരു പക്ഷേ അവരും പുറത്ത് വന്ന് സംസാരിക്കാൻ തയ്യാറായേക്കാം. അവർക്ക് പുറത്ത് വന്ന് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ അവരിതുപോലുള്ള പരിപാടികളിൽ പങ്കെടുക്കട്ടെ. അവർ ധൈര്യത്തോടെ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അവരെ സ്വാഗതം ചെയ്യണം. അല്ലാതെ ഭീഷണിപ്പെടുത്തി അവരെ അങ്ങ് മാറ്റിക്കളയരുത്. അവരിതിനകം തന്നെ പലരും ഫീൽഡ് ഔട്ടൊക്കെ ആയിട്ടുണ്ടാകാം. അപ്പോൾ അവരായാലും ഈ വ്യക്തിഹത്യയ്ക്ക് കാരണമാകും. ആ ആശങ്കയ്ക്കൊന്നും അടിസ്ഥാനമില്ല. തെറ്റ് ചെയ്തവരൊക്കെ മാറിയിരുന്ന് കരഞ്ഞോട്ടെ, അവരെക്കുറിച്ചാണെന്ന് വിചാരിച്ച് വിലപിച്ചോട്ടെ. പക്ഷേ ഇനി ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാനായിട്ടുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടത്. ഇനി ഇതിൽ റിപ്പോർട്ടിൽ പറയുന്നത് ആരുടെയും ഊഹാപോഹങ്ങളല്ല, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ നൽകിയ മൊഴികളാണ്. അതിനാണല്ലോ ഈ കമ്മിറ്റിയെ വെച്ചത്. അപ്പോൾ ആരോപണ വിധേയരായ ആളുകളുടെ ഭാഗം കേട്ടില്ല. അതാണ് ഈ പറയുന്ന കക്ഷി സജിമോൻ പാറക്കലിന്റെ ഹർജിയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം അതായിരുന്നു. ഈ ആരോപണ വിധേയരായ ആളുകളുടെ ഭാഗം കേൾക്കാതെ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കി. അപ്പോൾ തെറ്റ് ചെയ്ത കുറേ ആളുകളൊക്കെ ചേർന്നാണ് ഈ ഹർജി കൊടുപ്പിച്ചതെന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണല്ലോ. ആരോപണ വിധേയർക്ക് വേണ്ടി കൊടുത്ത ഹർജിയാണ്. ഇനി സിനിമയിൽ സ്ത്രീകൾ വിവേചനം നേരിടുന്നില്ലേ? ഉണ്ടെന്നുള്ളത് ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടൊന്നും വേണ്ട, അത് പരസ്യമായ രഹസ്യമാണ്. വിവേചനം നേരിടുന്നുണ്ട്. പിന്നെ ഈ നമ്മളെപ്പോഴും മറ്റേ RTA കുറിച്ച് പറയും, അറിയാനുള്ള അവകാശം. അത് പൊതുസമൂഹത്തിന് അറിയാനുള്ള അവകാശം കൂടിയാണ്. അപ്പോൾ സർക്കാർ ഇത് പുറത്തുവിട്ടേ പറ്റുള്ളൂ, ഇത് ചർച്ച ചെയ്തേ പറ്റുള്ളൂ. പിന്നെ സിനിമാ താരങ്ങളിൽ തെറ്റ് ചെയ്തവരുടെ തെറ്റ് വേറെ, കല വേറെ, അങ്ങനെയാണോ ചർച്ച ചെയ്യേണ്ടത്? അതും ഈ കോൺക്ലേവിൽ ഒരു ചർച്ചാ വിഷയമാകണം. തെറ്റ് ചെയ്ത ഒരാൾ, അയാളുടെ സിനിമകൾ, അതേക്കുറിച്ചുള്ള ചർച്ചകൾ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആളുകളെ സംരക്ഷിക്കുന്ന ചില സെക്സ്, അപ്പോൾ അങ്ങനെ ചില വിഭാഗങ്ങൾ, അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു സംഘം ഒന്നിച്ചു നിന്നുകൊണ്ട് പിന്തുണയ്ക്കുമെന്നുള്ളത് കൊണ്ട് തെറ്റ് തുടർന്നേ ചെയ്തുകൊണ്ട് പോകുന്ന ആളുകളുണ്ടാകും.
അവർക്കും ആ രീതിയിലുള്ള പിന്തുണ കിട്ടുന്നുണ്ടെങ്കിൽ അതും ഒഴിവാക്കപ്പെടണം. ഈ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് വിധേയരായ പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നീട് അവരുടെ ശബ്ദം അധികം നമ്മൾ കേൾക്കാറില്ല. ഒന്നുകിൽ അവരെ അങ്ങ് നിശബ്ദരാക്കും, അല്ല എങ്കിൽ അവർ മാറ്റി പറയും, അല്ല എങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല എന്ന് പറയും. ചിലർ ധൈര്യത്തോടെ നിൽക്കുകയും ചെയ്യും. പിന്നെ ചിലർ ഈ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് പറയുന്നത് എപ്പോഴാണ് അവർക്ക് അവസരങ്ങൾ ഇല്ലാതാകുന്ന ഒരു ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച രീതിയിൽ അവസരങ്ങൾ കിട്ടി മുകളിലേക്ക് വരാൻ. അപ്പോൾ പലതരത്തിലാണ് ഇത് ഉപയോഗിക്കുന്നവരുമുണ്ട്, ഇതിന് വിധേയരായവരുമുണ്ട്, ഈ സമ്മർദ്ദം അതിജീവിക്കാൻ കഴിയാതെ ഇതേ വേണ്ടെന്ന് വെച്ചവരുമുണ്ട്. പലതരത്തിലുള്ള അനുഭവങ്ങൾ നമ്മുടെയൊക്കെ മുന്നിലുള്ളതാണ്. ഇവിടെ 1 കോടി പ്ലസ് ആണ് ഈ കമ്മിറ്റിക്ക് വേണ്ടി നികുതി പണം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു റിപ്പോർട്ടൊക്കെ തയ്യാറാക്കിയിട്ട് അതങ്ങനെ കോൾഡ് സ്റ്റോറേജ് വെച്ചേക്കാനായിട്ട് നമ്മൾ മലയാളികൾ സമ്മതിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ കൂടി കൊടുക്കുന്ന നികുതി പണം കൊണ്ട് തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. ഇനി സിനിമയിൽ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ ഒട്ടും കൺസേൺ അല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർ ജോലി ചെയ്യുന്ന തൊഴിലിടം സ്ത്രീകൾക്ക് കംഫർട്ടബിൾ ആണോ? ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന ഒരു തൊഴിലിടം അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനം അത് സ്ത്രീകൾക്ക് കംഫർട്ടബിൾ ആണോ? കംഫർട്ടബിൾ അല്ലെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടത്? അതിനുള്ള ഇന്റേണൽ കമ്മിറ്റി മസ്റ്റാണ്. ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി ICC മസ്റ്റാണ്. ആ ICCയുടെ തലപ്പത്ത് സ്ത്രീകൾ തന്നെ വേണം. അങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റുകളിൽ ഉണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടത് ഒരു സർക്കാരിൻ്റെ ബാധ്യത തന്നെയാണ്. അത് സർക്കാരാണ് ഉറപ്പാക്കേണ്ടത്. എല്ലാ സ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ വനിതാ കമ്മീഷൻ അടക്കമുള്ള സംവിധാനങ്ങളുണ്ടല്ലോ, ഇതൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കാനും ഇത് നടപ്പാക്കുന്നുണ്ടോ, ഇത് കൃത്യമാണോ എന്ന് നോക്കാനും. അപ്പോൾ ആ കൺസേൺ അഡ്രസ് ചെയ്യപ്പെടണം. കോൺക്ലേവിലേക്ക് വേണ്ട അടുത്ത സബ്ജക്റ്റ് അതാണ്. പിന്നെ ഈ സ്ത്രീകളുടെ, നേരത്തെ ഞാൻ ശുചിമുറി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞു. അത് ഉറപ്പായും ചർച്ച ചെയ്യപ്പെടണം. കാരണം പലയിടങ്ങളിലും വലിയ പ്രാധാന്യം കൊടുക്കാതെ അവരെങ്ങനെയെങ്കിലും സാധിച്ചോളും എന്ന മട്ടിൽ ഈ വസ്ത്രം മാറാനും ശുചിമുറിക്കുമൊക്കെയുള്ള സൗകര്യം ഒരുക്കാതെ സെറ്റുകൾ ഒരുക്കുന്നുണ്ട്. സിനിമാ സെറ്റുകളിൽ ഈ സൗകര്യങ്ങൾ വേണമെന്നേ. അപ്പോൾ അതും ഈ കോൺക്ലേവിൽ ചർച്ച ചെയ്യപ്പെടണം. സ്ത്രീ സൗഹൃദമായിട്ടാണോ? ഇടപെടലുകൾ എങ്ങനെയാണ്? മദ്യം, മയക്കുമരുന്ന് ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തും വിളിച്ചു പറയാം, എന്ത് അശ്ലീലവും പറയാം. ആ അശ്ലീലമെല്ലാം ഈ കൂടെ ജോലി ചെയ്യുന്ന സ്ത്രീ കേട്ടുകൊണ്ട് നിൽക്കണം. അങ്ങനെയുള്ള ഒരു സംവിധാനമൊന്നും നടക്കില്ല. ഇന്ന് കാലം മാറിക്കഴിഞ്ഞു. ഈക്വലി ജോലി ചെയ്ത് തന്നെയാണ് ഈ നായികയായാലും അല്ലെങ്കിൽ മറ്റ് റോളുകൾ ചെയ്യുന്ന സ്ത്രീ ആയാലും അല്ലെങ്കിൽ ടെക്നിക്കൽ പാർട്ടിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളായാലും അവർക്കൊക്കെ അടുത്ത സിനിമയിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ സിനിമകളിലേക്കൊക്കെ അവസരം കിട്ടുകയും അവർക്കും ഇതൊരു തൊഴിലായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. 1-2 എണ്ണം കഴിയുമ്പോൾ സ്ത്രീകൾ മാത്രം വിട്ടുപോകുന്നു, അല്ലെങ്കിൽ അവർ ഇതിൽ നിന്ന് അങ്ങ് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നു. പുരുഷന്മാർ കൃത്യമായി 10-30 വർഷം ഇതേ ജോലി ചെയ്യുന്നു. അത് ശരിയല്ലല്ലോ. സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്നതടക്കമുള്ള സ്ത്രീകൾക്ക് സ്ത്രീ സൗഹൃദമായിട്ടുള്ള ഒരു തൊഴിലിടമായി സിനിമ പോകണം. ഇനി ഇതിൽ ഈ പ്രമുഖരുടെ പേരുണ്ടാകില്ല. ഇതൊക്കെ കമ്മിറ്റി തന്നെ പറഞ്ഞു കേട്ടോ. ഹേമ കമ്മിറ്റി നേരത്തെ തന്നെ പറഞ്ഞു പ്രമുഖരുടെ പേരുണ്ടാകില്ല, സിനിമാ മേഖലയിലെ ആരുടെയും പേരുവിവരങ്ങൾ ഉണ്ടാകില്ല. പിന്നെ ഒന്നുമില്ല, ഒരു പേരുമില്ല, മാത്രമേ ഉള്ളൂ അവരുടെ പേര്. അതെ. അപ്പോൾ അതെല്ലാം വായിച്ചിട്ടാണ് അല്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ടാണ് തരുന്നത്. ഇനി കമ്മിറ്റി അംഗങ്ങളുടെ അഭിപ്രായം അത് ഞാൻ എന്തായാലും നോക്കിയിരിക്കുകയാണ്. ജസ്റ്റിസ് ഹേമ, അതുപോലെ തന്നെ KB വത്സലകുമാരി, നടി ശാരദ, ഇവരൊക്കെയാണ് ഇത് പഠിക്കാനായിട്ട് നിയോഗിച്ചത്. ഇവരുടെ 3 പേരുടെ അഭിപ്രായങ്ങൾ കൂടി ഈ റിപ്പോർട്ടിൻ്റെ അവസാന ഭാഗത്തായിട്ട് വരും. ഇവരെന്താണ് കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ അതെന്തായാലും ഒന്ന് വായിച്ചിരിക്കേണ്ടതാണ്. ഇത്രയും പേരുടെ ഇത്രയും ദുരിതം അനുഭവിച്ച സ്ത്രീകളെ കേട്ടതിന് ശേഷം, അവർക്ക് പറയാനുള്ളത് കേട്ടതിന് ശേഷം ഈ 3 പേരും എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് കൂടി പൊതുസമൂഹം അറിയണം. അത് മറച്ചു വെക്കാൻ എന്തായാലും പറ്റില്ല. ഈ 3 പേരും ഇതൊക്കെ കേട്ടതിന് ശേഷം, കാരണം ഒരു സ്ത്രീ വന്ന് നമ്മുടെ മുന്നിൽ വന്ന് ഒരു വിഷമം പറയുമ്പോൾ അത് കേട്ട് അവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി കൃത്യമായ ഒരു റെക്കമെൻഡേഷൻ കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതും ചർച്ച ചെയ്യപ്പെടണം. ഇവർ കൊടുത്തിരിക്കുന്ന റെക്കമെൻഡേഷൻസിനകത്ത് ഇവർ വെറുതെ ഒരു നമ്മൾ പുറമേ പറയുന്ന അല്ലെങ്കിൽ പുറമേ ഒന്ന് വൈറ്റ് വാഷ് ചെയ്ത് വിടുന്ന രീതിയിലാണ് അവരുടെ റെക്കമെൻഡേഷൻ എങ്കിൽ അതും ചർച്ച ചെയ്യപ്പെടണം. അതുകൊണ്ട് ഇഴകീറി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അപ്പോൾ ഇതിൽ കാസ്റ്റിംഗ് കൗച്ച് എന്നുള്ള സിംഗിൾ പോയിന്റിലേക്ക് മാത്രമല്ല അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്താണ് ഫർദർ ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള റെക്കമെൻഡേഷൻ ഇവരെന്താണ് കൊടുത്തിരിക്കുന്നത്. ആ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഒന്നിനും കൊള്ളാത്ത ഒന്നാണെങ്കിൽ അതും തുറന്നു കാട്ടപ്പെടണം. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വേണം ഈ കോൺക്ലേവ്. അല്ലാതെ 1-2 വിഷയങ്ങളിൽ ലിമിറ്റ് ചെയ്യുകയല്ല. തുറന്നു പറയാനായിട്ട് തയ്യാറാകുന്ന സ്ത്രീകളെ അവരത് തുറന്നു പറയുമ്പോഴേക്കും ആ സ്ത്രീകൾക്ക് ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് ഒരു സിസ്റ്റം ചെയ്യേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഇക്കാര്യത്തിലെ അഭിപ്രായം. അതുകൊണ്ട് പുറത്തുവിടാൻ മടിയൊന്നും കാണില്ല. കാരണം അതിനകത്തൊന്നുമില്ല എന്ന് ഉറപ്പായിരിക്കും. ഈ റിപ്പോർട്ടിൽ ഒരു ഭാഗം ഇങ്ങനെയാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഒരു ഭാഗം പുറത്തുവിട്ടാൽ അതിങ്ങനെ ഇരിക്കും. എങ്ങനെയിരിക്കും? ഈ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കുന്നതിലൂടെ സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങളും ഈ രംഗത്തേക്ക് ചൂടുവയ്ക്കാനുള്ള ധൈര്യവും നൽകാമെന്നും ഒപ്പം നമ്മുടെ സമൂഹത്തെ ലിംഗസമത്വം എന്ന സ്വപ്നത്തിലേക്ക് അടുപ്പിക്കാൻ കഴിയുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതാണ് റിപ്പോർട്ടിലെ ഒരു ഭാഗം. നാളെ പുറത്തു വരാൻ പോകുന്നതിൽ ഒരു ഭാഗം വായിച്ചു എന്നേ ഉള്ളൂ. ഇതെങ്ങനെ വന്നു എന്നായിരിക്കും. ഇത് ഓൾറെഡി പബ്ലിക് ഡൊമൈനിലുണ്ട്. ഇതിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റിപ്പോർട്ടിലൂടെ തന്നെ പ്രേക്ഷകർക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ, എല്ലാ ഭാഗങ്ങളും നമ്മളത് ചർച്ചയും ചെയ്യും. അത് ചർച്ചയും ചെയ്യും. അത് ആ സമയമായിരിക്കും WCC ഒക്കെ കൂടുതൽ ശക്തമായി പ്രതികരിക്കാൻ റിപ്പോർട്ട് വരട്ടെ എന്നാണ് ആദ്യമായി വിവരാവകാശ തട്ടിക്കൂട്ട് റിപ്പോർട്ടാണെങ്കിൽ അതും ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും. അല്ല, തട്ടിക്കൂട്ട് ഒന്നാമത് നിങ്ങൾ ഈ പറയുന്നതിനകത്തുള്ളൊരു പ്രശ്നം പ്രേക്ഷകരോട് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഇപ്പം എന്തുകൊണ്ടാണ് പേരില്ലാത്തത്? പേരൊരാളുടെ പറഞ്ഞാൽ അത് പരാതിയായി നിങ്ങൾക്ക് കേസായി. അപ്പൊ കേസെടുക്കണം. അപ്പൊ ആ രീതിയിൽ അവർക്ക് പോലീസ് കംപ്ലൈന്റ് ഇല്ല, പോലീസ് കംപ്ലൈന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ പേര് ഉൾപ്പെടുത്താൻ കഴിയും. അതായത് റെക്കമെൻഡേഷൻ വെക്കാം. അതായത് എന്താ അറിയോ സുജയ, ഈ പരാതിപ്പെട്ടവരെല്ലാവരും
കമ്മീഷന് മുന്നിൽ പരാതി പറഞ്ഞവരെല്ലാവരും യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് ഇത് എൻ്റെ കാര്യത്തിൽ നീതി കിട്ടണമെന്നല്ല. അല്ല, ഇനി അതാണ്. ചലച്ചിത്ര മേഖലയിൽ ലിംഗസമത്വം ഉണ്ടാവണം, അവിടെ അതൊരു മാന്യമായ തൊഴിലിടമാവണം, സ്ത്രീ സുരക്ഷ ഉണ്ടാവണം എന്ന സതുദ്ദേശത്തോടു കൂടിയാണ്. ഞങ്ങൾക്ക് പറ്റിയതോ പറ്റി, ഞങ്ങൾ ഇനി അത് വലിയ ചർച്ച ചെയ്യുന്നില്ല. കാര്യം ഇനി അത് പോലീസ് കേസായി കംപ്ലൈൻ്റ് ആയി വന്നാൽ ഞങ്ങൾ സിനിമാ ഫീൽഡിൽ നിന്ന് ഔട്ടാക്കപ്പെടും, അത് ഞങ്ങളുടെ ജീവിതത്തെ ബാധിക്കും. പക്ഷേ ഇങ്ങനൊരു സംവിധാനം ഉണ്ടെങ്കിൽ ഞങ്ങൾ പിന്തുണയ്ക്കും. അതിന് പക്ഷേ സർക്കാർ ഒരു വാഗ്ദാനം കൊടുക്കണം. ഇത് പുറത്തുവിടുന്നതിനോടൊപ്പം നിയമനിർമ്മാണം അത്യന്താപേക്ഷിതമാണ് ഈ ഘട്ടത്തിൽ. അത് സർക്കാർ നേരത്തെ പ്രോമിസ് ചെയ്തതാണ്. അത് സർക്കാർ ചെയ്യുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. പുറത്തുവിടാൻ മടിയൂ എന്ന ചോദ്യത്തിന് പുറത്തുവിടാൻ മടിയെന്ന് ഒരേ ഒരാൾ മാത്രമാണ് അഭിപ്രായപ്പെട്ടത്. അത് സ്മൃതി പരുത്തിക്കാടാണ്. മടിയില്ല എന്ന് 3 പേർ അഭിപ്രായപ്പെട്ടു. മെയിൻ എഡിറ്റേഴ്സ് എന്നിവിടെ പൂർണ്ണമാവുന്നു. വീണ്ടും കാണാം നാളെ. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. Good night. Meet the editors.